ഹായ്, ഞാൻ വേദു. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഇൻട്രോ പറയുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീഡിയോ ഒക്കെ ഒരു വ്ളോഗ്സ് ഒക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള ടൈം ഉണ്ടാകാറില്ല. അതാണ് നമ്മൾ ഇടാഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇടണം. നമ്മൾ അതിനെ ഒരു എന്താ പറയുക ചലഞ്ചായിട്ട് എടുത്തിട്ടേക്കും. നമ്മളൊരു ചലഞ്ചായിട്ട് എടുത്തിക്കാട്ടോ. നമുക്കത് തീർക്കാനുള്ള ഒരു എന്താ പറയുക സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞാനും വേദും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ന്യൂ സ്റ്റാർട്ടാണല്ലോ. അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ മാനക വൈകുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം കാലം വഹിക്കുന്നുണ്ടായിരുന്നില്ല, പനിയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു സ്റ്റാർട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ആക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോണ മുന്നേ വെൽക്കം ബാക്ക് ടു VM Vlogs. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10 days ചലഞ്ച് എടുത്തിക്കുകയാണ്. അതായത് എന്ത് മുടക്കം വന്നാലും നമ്മൾ വീഡിയോ എടുക്കും, നമ്മളത് അപ്ലോഡ് ആക്കും എന്നുള്ളതാണ് നമ്മുടെ ഒറ്റ മൈൻഡിൽ നമ്മൾ നമുക്ക് ചലഞ്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കും. അതാണ് അതിൻ്റെ ഒരു നമ്മളില്ലെങ്കിൽ നമുക്ക് കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ കല്യാണം മെയിനായിട്ട് ടൂറ് പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ കഥകളൊക്കെ പറയാം കേട്ടോ. കണ്ടു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയണത്, ഇതാണ് മെയിൻ പ്രശ്നം. അതല്ല പ്രശ്നമല്ല, എന്റർടൈൻമെന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചലഞ്ച് നമുക്ക് എങ്ങനെ കൊണ്ടുപോകും ഞങ്ങൾ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇപ്പം നമ്മൾ നീച്ചിക്കുന്ന രാവിലെ 5:30 അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എന്താ പറയുക വർക്കൗട്ടിന് പോവാണ്. നമ്മൾ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ. തണുത്തിട്ട് നല്ല തണുപ്പുണ്ട്, പക്ഷെ നമ്മൾ തണുത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമോൺ. ഇത് വെള്ളം കുടിക്കണം, ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ആക്കണം. എന്തായാലും നമ്മൾ ഈ ഒരു ചലഞ്ചിന് നമ്മളൊരു പേരിടുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഞാൻ പോയിട്ട് വിളിക്കട്ടെ. ഇഷ്ടായി. വെള്ളം ലൈറ്റിടോ. മേതുത ഒരു ബുക്കും പേന എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ എടുത്ത പേനയുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ അമർത്തുന്ന നിലയിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വ്ളോഗിന്. അപ്പോൾ ഏതൊരു ബുക്ക് എടുത്ത് പേന എടുത്തിട്ട് എഴുതുന്നുണ്ട്. ഇതെന്താ എഴുതണേന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അത് നേരത്തെ പറഞ്ഞു അല്ലേ. എന്താ എഴുതണ വെച്ചാൽ എല്ലാം പുതിയതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതിയ ഒരു എന്താ പറയുക രീതി, പുതിയൊരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം, ഫോളോ ചെയ്ത് നോക്കാൻ പോവാണ്. സക്സസ് ആവുമെന്നുള്ളത് അറിയില്ല. ഇടയ്ക്ക് പറയാൻ സക്സസ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. പോസിറ്റീവായിട്ട് എടുക്കണം എല്ലാത്തിനെയും. അപ്പോൾ നമുക്ക് സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇത് എഴുതിയിരിക്കുന്നുണ്ട്. നമ്മളിത് എല്ലാം നടന്നിട്ട് നമ്മൾ ഈ വ്ളോഗിൻ്റെ എൻഡിങ് നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് എന്താ പറയുക പറയാം. ഓക്കെ. അപ്പോൾ ചാർജ് ചെയ്യാൻ ഒന്ന് വേഗം കുത്തിച്ചിട്ട് തരാം. നമ്മൾ ഇടയ്ക്കെത്തി നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. ഒരു ലൈറ്റ് ഇടോ. ഈ ലൈറ്റ് ഇട്ടാ പോലെ. വച്ചാ മതി, കുഴപ്പമില്ല. ഞാൻ ഈ ലൈറ്റ് ഒന്ന് മാറ്റട്ടെ. ലൈറ്റ് മാറ്റട്ടെ ഒന്ന്. ഈ പാടത്തേക്ക് വെള്ളം കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ. ഇത് ഗ്രീൻ ടീ ഉണ്ടാക്കുക കേട്ടോ.
ഒന്ന് ഉറക്കം അറിയോ അല്ലെങ്കിൽ കേക്കില്ല. അവിടെ നമ്മള് റോബസ്റ്റ് കഴിക്കണം. ഞാനും കഴിക്കട്ടെ ഗൈസ്. അപ്പൊ വേദു ഇതവിടെ ഹായിവ നല്ല ഭാഗമായിട്ടോ നീക്കും അങ്ങനെ ലൈറ്റിൽ ഗ്രീൻ ടീ ഇത് വന്നപ്പോൾ വേദു ഇതാ ഗ്രീൻ ടീ കുടിക്കും. എൻ്റെ ഗ്രീൻ ടീൻ്റെ കഴിക്കെടുത്ത് തരുമോ? നല്ല ചൂടാട്ടോ. അടിയിൽ ചൂട് എടുക്കാം. അടയിലേക്ക് നമുക്ക് തമിഴ്നാട്ടിൽ ഫോട്ടോ എടുക്കാം. കട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് പോവാൻ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ. ലേശം ഗ്രീൻ ടീ വെച്ചിട്ട് പോവാം. ബാക്കി നമുക്ക് വന്നിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ട് കുടിക്കാം. ഞാനൊന്നും കുടിച്ചില്ല. സങ്കടമൊന്നുമില്ല ഗൈസ്. നമ്മളതാ പോയിക്കൊണ്ടിരിക്കുക. നൈറ്റ് അടിക്കാൻ വേണ്ടി പോയിക്കില്ല. എന്താ പേര് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അപ്പൊ ഗൈസ് നമ്മളിതാ നടക്കാൻ ഇറങ്ങിയൊക്കെയാണ്. വേദിതാ ഇത് നമ്മുടെ ട്രെയിനർ ജെയിംസ് ചേച്ചി. ഇനി ഞാൻ കുട്ടേട്ടനെയും ഉണ്ണിക്കണ്ണനെയും കാണിച്ചു തരാം. ജെയിംസ് ചേച്ചി ഹായ്. കാണുന്നത് പ്രകൃതി ഭംഗിയോ ചെറുതാകുന്ന സമയത്ത് അപ്പൊ ഗൈസ് നമ്മളിപ്പോ കണ്ടൊരു ഡക്കിനാണ്. നമ്മളിതാ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വരികയാണ്. അതെ, മഞ്ഞപ്പൂവിന്റെ തലേന്റെ കൊടുത്തു. ഇതാ രണ്ടു ഒപ്പിയെടുക്കുന്നത് ബിരിയാണി നമ്മുടെ വ്ളോഗിൽ ഫുൾ പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. ഫുൾ നമ്മുടെ നാട് പറഞ്ഞാൽ ഫുൾ പച്ചപ്പ് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയാ നമുക്ക് നമ്മുടെ നാട് ഇഷ്ടമുള്ളത്. അങ്ങനെ കാഴ്ച നമ്മൾ നടന്നു തന്നെ എവിടെ എത്തി ശശി? നാട് തൃത്താല റോഡിലേക്ക് എത്തി. ഇപ്പൊ നോക്കിയത് പിന്നെ സംഭവം വേണോ? നമ്മള് കറക്റ്റ് മഴ പെയ്യുമ്പോ നമ്മള് ചായ കുടിക്കാൻ നമ്മള് ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് ഷുഗർ.
വൈബാണ്. മഴ നോക്കൂ. കട്ടൻ ചായ മഴ, അങ്ങോട്ട് കട്ടൻ ചായ മഴ, ജോൺസൺ മാഷ്. മറ്റേ പാട്ടിട്ടോണ്ടിരിക്കുന്നു. നമ്മളോട് ചായ കുടിക്കാൻ നല്ല മഴയാണ്. അപ്പോൾ നമ്മള് ബൂസ്റ്റും കത്തിരി കഴിച്ചു. നമ്മൾ എങ്ങനെ പോകുന്നതാണ് ആലോചിക്കുന്നത്. ഓട്ടോ പിടിച്ച് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ റെയിൻകോട്ട് ഇട്ടില്ല. അതാണ്ടായത്. ഞാൻ പിന്നെ മോൾക്ക് റെയിൻകോട്ട് ഈ അടിക്ക് മാത്രമേ ഉള്ളൂ. രണ്ട് മൂന്നും ആക്സല്ലേ. ഹായ് ഗൈസ്, ഞങ്ങൾ നടന്നു വന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവാണ്. കാരണം മഴയാണ്. പുറത്തുനിന്ന് നട്ട് വന്നിട്ടോ. ഒന്നും പറയില്ല, മഴയായോണ്ട്. അല്ലെങ്കിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ വൈബാക്കാൻ വിചാരിച്ചതാ. മഴയായി വൈബ് പോയി. നമ്മളിത് അവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അമ്മ പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ വരുമ്പോ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു ചേച്ചി? ഞങ്ങളൊരു 5 കിലോമീറ്ററോളം നടന്നു. ഞങ്ങള് പിന്നെ മഴ പെയ്തിട്ട് ഞങ്ങള് ഓട്ടം പിടിച്ചു. എന്നെ കാണാൻ പ്രേരണ ലുക്കുണ്ട്. അത് നമ്മള് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ്. ചേച്ചി വിളമ്പി തരാണ് കഴിക്കാൻ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിതാ ഇവിടുന്ന് പോവാട്ടോ. നമ്മളിപ്പോ രംശേഷി ഇവിടുന്ന് പോവാണ്. നമുക്ക് ഇല്ലത്തെത്തിയിട്ട് പണികളുണ്ട്. നമുക്ക് രംശേഷോട്ട് ആറ്റോ. രംശേഷി ബൈ. കൂട്ടുകാരനോ ഒന്ന് അടുത്തേക്ക് ഒന്ന് പറയൂ. അതെ അപ്പൂടെ മിസ്സിംഗ്. ഇവര് പോവാ, ഇങ്ങോട്ട് വാ. ബൈ ബൈസ്. ഇതാണ് അപ്പു. നടക്കാൻ വന്നില്ല. അതെ, അപ്പൊ ബൈ ബൈ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിതാ ഇടത്ത് തിരിച്ചെത്തി. ഇനി നമ്മള് പോയി ഫ്രഷായി. പിന്നെന്താ ഫ്രഷായിട്ട് ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ചില്ലെത്തി. ഇനി നമുക്ക് ഫ്രഷായിട്ട് പഠിക്കാൻ ആദ്യം. അല്ല, റൂബിക്ക് കൊടുക്കണം. റൂബിക്ക് കൊടുത്തിട്ട് ഫ്രഷായി പഠിക്കാം. നമുക്ക് അത് കർട്ടനൊക്കെ തുറക്കണം. അവിടെ ഭയങ്കര നമ്മൾ പോകുമ്പോ പോയതല്ലേ. കർട്ടനൊക്കെ വെറുതെ രസത്തിന് തുറക്കണം. ഇവിടെ ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാണ്ട്. ഇവിടെ അടിപൊളി വ്യൂ ഉണ്ടല്ലോ. ഇത് കുളം കാണണം. കുളം കാണിച്ചുതരാം. സംഭവം കുളം അടിപൊളിയാണ്. പക്ഷെ എന്താ വെച്ചാ ഇപ്പൊ ഇങ്ങോട്ട് ഇരിക്കും. അവിടെ വെളിച്ചം ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താ പറയാൻ വന്നെ, ഇപ്പൊ വെള്ളം കറങ്ങിട്ടെ എന്താ വെച്ചാ ഫുൾ വെള്ളമായി. പിന്നെ ഈ ടിക്കറ്റ് ഫസ്റ്റ് ഫ്ലഡ് വന്ന ടൈമിലല്ലേ, പ്രളയം വന്ന ടൈമില് ഒന്ന് ഇറങ്ങിട്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ നേരാക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല കുളത്തിക്ക്. ഇവിടെ കുളത്തിൽ ഇറങ്ങിയിരിക്കുക. പച്ചമക്കാടൊക്കെ പോയിട്ട് നമ്മൾ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ. കുളത്തിലിറങ്ങി നീന്താൻ പ്രത്യേക വായ്പ. അത് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴയുള്ള സമയത്ത് പറയുമ്പോ വേറെ കൂട്ടാം.
പക്ഷെ ഇവിടെ കുളം വെള്ളമാണെങ്കിൽ ഭയങ്കര തെളിഞ്ഞ വെള്ളം, നീല കളർ പോലത്തെ വെള്ളം, ചാടാനും നിർമ്മി ചാടാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ ഞാനിത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മേത് കുളിക്കാൻ പോകണേ ഉള്ളൂ. കുളിക്കണേ കുറച്ച്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കണല്ലോ ഇത്ര മേക്കപ്പ്. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പഠിക്കാം ഇംഗ്ലീഷ്. ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. 2 വേർഡ്സ് ഉണ്ട് അവിടെ. ഒന്ന് ഇമാൻസിപ്പേഷൻ ആണ്, മറ്റൊന്ന് എംപവർമെന്റ് ആണ്. എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 മണിയാവണേ, 12:56 9:08 ആയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പഠിച്ച് ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ എനിക്കറിയില്ല, മേതു വന്നിട്ട് ചോദിച്ചു നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ 1:30 ആയ സമയം. ഞങ്ങൾ അടിയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു സ്മൂത്തി അടിക്കാമെന്ന്. സ്മൂത്തി ഉണ്ടാക്കിയാലോ മേതോടെ കിടക്കുകയാണ് ഗൈസ്, വയറ് വേദനിച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ ഹായ് ഗൈസ്, അപ്പോൾ ഞാനെന്താ മിക്സിയിൽ ചാർട്ട് വെച്ചിട്ടുണ്ട്. റോബസ്റ്റ് ഇട്ട് കൊടുക്കാം. പഴുത്തിട്ടില്ല, അത്ര പഴുത്തിട്ടില്ല, സാരില്ല. നമുക്ക് എനിക്ക് ഇന്നെന്താ അറിയില്ല, വേറെ ഹൈ ആയിട്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പഴം ഞാൻ അതിനെ കാണുന്നൊരു ഐശ്വര്യം ഉണ്ട്, സ്വയം പറയാ. അപ്പൊ ഇതാണ് എന്റെ വ്ളോഗാണ്. ഇതാണ് ഓപ്പോ, എല്ലാരും കാണണം അല്ലേ. ഇതിന് ഭയങ്കര ആഗ്രഹമുണ്ട് യൂട്യൂബ് സൂപ്പർ ആവണമെന്ന്. പക്ഷെ അതിനനുസരിച്ച് ഒന്നും ചെയ്യണില്ല, അതുകൊണ്ടാണ് അല്ലേ. പറയണാണ് പിന്നെ എല്ലാത്തിനും വേണ്ടി എല്ലാം ചെയ്യുന്നു. ഞാൻ എന്താ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പഴം അരച്ചെടുക്കാട്ടോ. ഇത് ആയിട്ടുണ്ട്. അയ്യോ കിട്ടി. പഴം ഞാൻ അങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്കൊരു ഇത് ചേർക്കാണ്ടല്ല, അതിങ്ങനെ കഴിക്കുമെന്ന് അവരെല്ലാവരും ചിന്തിക്കും. ഇങ്ങനെയല്ല, ഇതിക്കൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കാണിച്ചു തരാം. ഇതാണത്. ഇതല്ല, ഇത് നോക്കണ്ട, ഇത് ഇവിടെ ഉണ്ടാക്കിയ പ്രോട്ടീൻ പൗഡർ ആണ്. ഇത് ഇട്ട് കൊടുക്കാം. എനിക്കും ഇതിനും ഓപ്പോൾക്കും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതടച്ച് വെച്ച് ഇതിന് സ്മൂത്തി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതിൽ കുറച്ച് വെള്ളം അധികമായി പോയിട്ടുണ്ട്. പക്ഷെ സാരില്ല, നമുക്കിതിക്ക് ഒഴിച്ചു കൊടുക്കാം ഗൈസ്. ഇല്ല വെള്ളം ഇല്ല, അതാ പ്രോട്ടീൻ പൗഡറിന്റെ സാമ്പ്രാണി. ഇതൊന്ന് വന്ന് നോക്കാം. നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. മേതിനോട് ചോദിക്കാം, മേത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് മേതിന് പറയാനുള്ളത്? കുഴപ്പമില്ല തന്നെ, കുഴപ്പമുണ്ടെന്ന് പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. പിന്നെ ആ പ്രോട്ടീൻ പൗഡറും റോബസ്റ്റയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. എല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ അയക്കുന്നു. ആ വെളിച്ചത്തിൽ മാറിക്കൊന്നു അപ്പം അതിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, കുടിച്ചു നോക്കട്ടെ. ഹൈസ്, അപ്പം ഞാൻ എന്താ വൈകുന്നേരം കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മസാല കോഫിയാണ് കേട്ടോ, രേം ചേച്ചി തന്ന കോഫിയാണ്. ഇതിന് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സാധനം കേട്ടോ. പുതു കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ വൈകുന്നേരം 4:30 കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 5:30 ആയി തോന്നുന്നു. അപ്പോൾ നമുക്ക് മാഗി ഉണ്ടാക്കാം. മാഗി ഇതാ പൊട്ടിച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ മസാല ഇട്ടിട്ട് ഇതിപ്പോൾ നോപ്പിൾ ഇത് പൊട്ടിച്ചിട്ടിരിക്കണം.
നമുക്ക് ഉണ്ടാക്കാം. ഇതിനിപ്പോ ഞാൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ വെള്ളത്തില് മസാല ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ മാത്രം ശരിയാവാറുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര അന്തകടാവാറുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. രണ്ട് മസാല ഇട്ട് പൊടിച്ചിടാം. ഇത് കാണുമ്പോൾ ഒരു ഗതി. മഴ ഒന്ന് പെയ്ത് പോയിട്ടോ. അപ്പൊ അവിടെ മസാല പിടിച്ചിടാം. നമ്മുടെ അടിച്ചൂരിനൊക്കെ വിചാരിച്ചതാണ്. ഇപ്പൊ അടിച്ചൂരിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കള്ളല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. ഞാൻ ശരിക്കും അടിച്ചൂരിനെ വിചാരിച്ചതാ. കാര്യത്തിൽ ഞാൻ വന്നതാട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചതാണ് അടിച്ചൂരിമെന്നുള്ളത്. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ മാഗി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇത് പോയിട്ട് വെയിറ്റിക്ക് വേണ്ടി കൊടുക്കട്ടെ. ഹൈസ്, അപ്പൊ നമ്മുടെ മാഗി റെഡിയായി. ഇവിടെ വലിയൊരു തേനീച്ചക്കൂട് ഞാൻ കാണിച്ചിട്ട് കേട്ടോ, വലിയ തേനീച്ചക്കൂട്. ഹൈസ്, അപ്പൊ ഞാൻ ചൂരൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ അടിച്ചൂരാം. ഓക്കെ, ഞാനോ പാറു 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 ഒരു ഹായ് പറയൂ. പാറു പാറു വേദു നിങ്ങൾ പറയൂ വേദു. പാറു 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 ഒരു ഹായ് പറയൂ. പാറു ഇതാരാ? ഞാൻ വേദച്ചോളാണ്. എന്റെ പേര് പറയൂ. എന്റെ പേര് അറിയില്ല കേട്ടോ. വേദു വേദു അല്ല. ാണോ? ഹായ് ഗൈസ്, അപ്പൊ നമ്മള് എന്താ പറയാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഏട്ടനും ഓപ്പളും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്പള അത് അവിടെ നിൽക്കുന്നു. ഓപ്പള കാണിച്ചില്ല കേട്ടോ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓപ്പളെ അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഹായ് പറയൂ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്.